ഈ മുഖം കണ്ടിട്ട് എന്തെങ്കിലും പഴയ ഓർമ്മകൾ എന്നെ കുറെ പുറകെ നടന്ന് പ്രേമിച്ചു, എന്നെ വായി നോക്കി, ഞാൻ എന്നിട്ട് നല്ല ചീത്ത പറഞ്ഞു. ആ പഴയ പാട്ടൊക്കെ ഓർമ്മയുണ്ടോ? അത് ഏത് പാട്ടായിരുന്നു ചേട്ടാ? സീതാ കല്യാൺ. എന്റെ സീരിയലില് ആദ്യത്തെ എന്റെ വില്ലേജ് ഓഫീസറായിരുന്നു, ഒരു വായി നോക്കി വില്ലേജ് ഓഫീസറായിരുന്നു. പക്ഷെ ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് ചെയ്തു. നീക്ക് അല്ലാതെ നേരിട്ട് കണ്ട പരിചയം ഉണ്ടോ? പിന്നെ ഞങ്ങള് വായി നോക്കിയോ? വായി നോക്കല്ല ഞങ്ങള് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ചേട്ടനെ കുറിച്ച് അറിയാവുന്നത് അഭിനയിക്കും, നമ്മുടെ സിനിമകളിലൊക്കെ അഭിനയിക്കും, പാചകം ചെയ്യും, വാചകം അടിക്കും, ഫ്ലൂട്ട് വായിക്കും. പക്ഷെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ചേട്ടാ. ഇത് എപ്പോഴും തുടങ്ങി കളരി? ഞാന് എന്റെ നാട്ടിലുള്ള എന്റെ അനിയനും എന്റെ കൂട്ടുകാരൊക്കെ എന്നെ തടിയാ എന്ന് വിളിച്ചു തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ കളരി തുടങ്ങി. എന്റെ അമ്മയുടെ അപ്പൻ, എന്റെ ഗ്രാൻഡ് ഫാദറാണ് എന്നെ ആദ്യം ഈ വടി എന്നെ പഠിപ്പിച്ചത്. അങ്ങനെ കളരിപ്പയറ്റ് എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി. സ്വാസിക കളരിപ്പയറ്റ് പഠിച്ചിട്ടില്ലേ? അപ്പൊ നമുക്കൊന്ന് സ്വാസികയുടെ കൂടെ ഒന്ന് പയറ്റ് കളയാം. വലിയ കളരിയല്ല, ചെറിയ കളരി. എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം. അപ്പൊ നമുക്ക് എന്തായാലും ഫുൾ ഫാമിലി ഒന്ന് പരിചയപ്പെടാം. നമുക്ക് അച്ഛന് മൈക്ക് കൊടുത്തോളൂ. അച്ഛന്റെ പേര്? എന്റെ പേര് തോമസ് എന്നാണ്, MG തോമസ്. ഞാൻ സെന്റ് ജോൺസ് ഹൈസ്കൂളിലെ മലയാള അധ്യാപകനായിരുന്നു. റിട്ടയർ ചെയ്തിട്ട് 23 വർഷമായി. ഓക്കെ, ഇനി നമുക്ക് ബേസിലേട്ടന്റെ മകനെ പരിചയപ്പെടാം. എന്റെ പേര് എൽദോ. ഞാൻ 9ാം ക്ലാസ്സിലായിരുന്നു, ഇനിയിപ്പോ 10ാം ക്ലാസ്സിലേക്കാണ്. ഓക്കെ, എൽദോയ്ക്ക് വേറൊരു പേരും കൂടി ഉണ്ടെന്ന് കേട്ടു. അതിന്റെ എന്നാ വേറൊരു മീനിങ് എന്ന് വെച്ചാ ക്രിസ്മസ്. ആണോ? അല്ല, എൽദോ എന്നുള്ള വാക്കിന്റെ മീനിങ് ക്രിസ്മസ് എന്നാണ്. ഓക്കെ, എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഹാപ്പി എൽദോ എന്ന് പറഞ്ഞാൽ മതിയോ ഇനി മുതൽ? ഈ വരുന്ന 2024 ഡിസംബർ മുതൽ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയോ? അല്ല, മറ്റേ ക്രിസ്മസിന്റെ നോമ്പിന് അങ്ങനെ പറഞ്ഞ എൽദോ നോമ്പെന്നാ പറയണേ. ആണോ? അതൊന്നും അറിയില്ല അല്ലേ, വെറുതെ ഇരിക്കാണ്. അറിഞ്ഞില്ല ഉണ്ണി, അറിഞ്ഞില്ല. അല്ല, അപ്പം എപ്പം മുതലാണ് ഈ പാചകം ചെയ്യണം എന്നുള്ളത്? കഴിപ്പ് മാത്രമല്ലാതെ പാചകത്തിലേക്കും കൂടെ നിർവാഹമില്ലാണ്ടായപ്പോ ഞാൻ വളരെ ചെറുപ്പത്തില് വീട്ടില് അമ്മച്ചി ഒരു ടാസ്ക് വരും. അമ്മച്ചി ഇതുപോലത്തെ റിയാലിറ്റി ഷോ പണ്ട് എന്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയതാണ്. അമ്മച്ചി ഞാൻ വൈകുന്നേരം വരുമ്പോ നീ കപ്പ കൊണ്ട് വിളിക്കടാ, ഞാൻ മൂത്തയാള്. അപ്പൊ ഞാൻ അങ്ങനെ കപ്പ പുഴുങ്ങാൻ പഠിച്ചു, പിന്നെ അരി ഇടിക്കാൻ പഠിച്ചു, പിന്നെ ഉണ്ട ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ ഓരോന്ന് പഠിച്ച് ഒരു ഷെഫായി. അതെ, ദൈവം അനുഗ്രഹിച്ച് ഞാനൊരു ഷെഫാണ്. എനിക്ക് സ്വന്തമായിട്ട് കേറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് ഐറിസ് എന്നാണ് എന്റെ സ്ഥാപനത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ ചേച്ചിയോട് ചോദിക്കട്ടെ, എന്തെങ്കിലും ഈ പുറത്ത് ജോലി സംബന്ധമായ ആള് കുക്ക് ചെയ്യുന്നുണ്ട്, ഈ ഷെഫുമാര് പലരും വീട്ടിൽ ഒന്നും ചെയ്യാറില്ലെന്നാണ് ആരോപണം. ചേച്ചിക്ക് എന്ത് തോന്നുന്നു? ചേട്ടേ കുക്ക് ചെയ്യുമ്പോഴേ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് കുക്കറി ഷോക്ക് ആക്കി കൊടുക്കണം, പോലെ ആക്കി കൊടുക്കണം. നമുക്ക് പണി ഇരട്ടി പണിയാ. അതെല്ലാം തോലെല്ലാം ചുറ്റി എല്ലാം നീറ്റാക്കി കുക്കറി ഷോ പോലെ ആക്കി കൊടുക്കണം. എന്നിട്ട് പറയാം, എടി ഫ്രൂട്ട് പായസം ഉണ്ടാക്കാൻ 10 മിനിറ്റ് മതിന്ന്. 10 മിനിറ്റ് പോരാ, ഞാൻ 2 മണിക്കൂർ പണിതാലാണ് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചേച്ചിയുടെ ഒരു സങ്കടമാണ് ചേച്ചി പറഞ്ഞത്. അത് എല്ലാ വീട്ടമ്മമാർക്കും ഉള്ള ഒരു കാര്യമായിരിക്കില്ല. ഭർത്താക്കന്മാര് കുക്കിങ്ങിന് അങ്ങ് കയറി കഴിഞ്ഞാൽ അവര് പറയും ഇരട്ടി പണിയാന്ന്, അല്ലേ? അപ്പൊ ഒരു ഫ്രൂട്ട് മിയക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സംടൈംസ് ഇങ്ങനെ പാത്രം കഴുകാനൊന്നും ചിലപ്പോ അവരങ്ങനെ കൂടണം എന്നില്ല. പിന്നെ ചില ഹെൽപ്പുകൾ വേണം. അസിസ്റ്റന്റ് എപ്പോഴും വേണം. എനിക്കൊരു 2 സവാളയും ഒരു തക്കാളിയും 2 പച്ചമുളകും അരിഞ്ഞു വെക്കാൻ പറയും. അത് നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടായ്മയാണ് ആക്ച്വലി ആ ഫാമിലിയുടെ ഒരു സ്വീറ്റ്നെസ്. അല്ലെ, ഞങ്ങള് കുക്ക് ചെയ്യുമ്പോ ഈ കൂട്ടായ്മയായിട്ട് നിങ്ങൾ വരാറില്ലല്ലോ. എന്നെ ചോദിച്ചു, ഞാൻ ചെല്ലാറുണ്ട്. ചേട്ടൻ ഷെഫ് ആയതുകൊണ്ട് പാചകത്തോട് ഇഷ്ടമുള്ള ചെല്ലും. പേര് പറഞ്ഞില്ല. സുമ. ഓക്കെ, ഞാനൊരു ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. പക്ഷേ നൈറ്റും സൺഡേയും ഒക്കെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ തിരക്കുള്ളതുകൊണ്ടും അങ്ങനെ വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. പിന്നെ ഇദ്ദേഹം അത് മാത്രമല്ല, ഞാൻ ഒരു മൾട്ടി ടാലന്റഡ് മനുഷ്യനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മൾട്ടി ബിസിനസ്സാണ്. ഒന്ന് കേറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് ഉണ്ട്,
ഞാൻ എഡൽവൈസ് ടോക്കിയോ ലൈഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സീനിയർ ടെറിട്ടറി മാനേജറാണ്. ഞാൻ ആക്ച്വലി ഈ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലെ ചാർട്ടേഡ് ഫൈനാൻഷ്യൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആളാണ്. ഞാൻ ഒരുപാട് പേരെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതിനൊക്കെ എനിക്ക് ഒരു സപ്പോർട്ടില്ലാണ്ട് നടക്കില്ല. പ്ലസ് മ്യൂസിക്കാണ് എൻ്റെ എല്ലാം. എൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് എൻ്റെ മ്യൂസിക്, എൻ്റെ ഹൃദയമാണ് ഇപ്പോൾ ഇവന് ഈ തോളത്തിട്ടാണ് നടക്കുന്നത്. സോ ഓൾവേസ് ഞങ്ങളത് ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ ആവാൻ പറ്റില്ല. 100%. ചേട്ടന്റെ ഹാർട്ട് ഒന്ന് കാണിച്ച്. ഓ, നമ്മുടെ ചേട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് അല്ലേ? ഇത് ഹൃദയം തന്നെയാണ്. എനിക്കറിയാം ചേട്ടന്റെ ഫ്ലൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. എനിക്ക് നമുക്ക് ഇത്രയും നല്ല സൂത്തിങ് ആയിട്ടുള്ള സൗണ്ട് അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം എന്ന് പറയുന്ന വേറെ ഒരു ഇൻസ്ട്രുമെന്റ് ഇല്ല ഈ വേൾഡിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.